ഞങ്ങൾ ന്യൂ ഇയർ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഇന്നാണ് വരുന്നത് ഒരു വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പം മോനേസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു ലഞ്ചിന്റെ പരിപാടിയാണ്, ലഞ്ച് ഉണ്ടാകും. അപ്പം ഞാൻ ഓർത്ത ഒന്ന് വീഡിയോ ആക്കി ഇടാവുന്ന. അപ്പം അതിനൊരു ചെറിയ ഇച്ചിരി നമ്മുടെ സാധാരണ നമുക്ക് വേണ്ടി കഴിക്കാനുള്ളത് ഉണ്ടാക്കുന്ന അതൊന്ന് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇന്ന് ലഞ്ചിന് കറി വെക്കുന്നത് എന്തോന്നറിയാമോ? ഒരു കാച്ചില് കുടംപുളി ഇട്ട് കറി, ഒരു പുളിങ്കറി അതാ വെക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ കാച്ചിലൊന്നും അല്ല കേട്ടോ, ഇത് ഇവിടെ ഡൽഹിയിലെ കാച്ചിൽ. അതാ കണ്ടില്ലേ ചോറ് പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഞാൻ ഇച്ചിരി എടുത്ത് കറി വെക്കുകയും ചെയ്തിരുന്നു നേരത്തെ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തൊക്കെ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതെടുത്ത് വെച്ചേക്കുന്നത് അതിനകത്ത് ഇടാനല്ല കേട്ടോ, ഇത് നമുക്കൊരു മെഴുക്കുവരട്ടി വെക്കാനാണ്. പിന്നെ ഒരു ഇച്ചിരി മീനാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ഞുറുക്കി എടുത്തുകൊണ്ടൊക്കെ വരാം, എന്നിട്ട് ബാക്കി പിന്നെ കാണിക്കാം. അപ്പം കാച്ചിലങ്ങനെ ചെറു പിടിച്ചൊക്കെ ഇരുന്നാലും കേട്ടോ, സാധനം നല്ല അടിപൊളി ടേസ്റ്റ്, നല്ലോണം വേഗം. നമ്മുടെ നാട്ടിലെ കാച്ചിലൊക്കെ കാണാൻ നല്ല സ്റ്റൈലല്ലയോ. ഇവിടെ ഈ ഡൽഹിയിൽ ഇങ്ങനെയൊക്കെ, ഇത് എനിക്ക് തോന്നുന്നില്ല ഡൽഹിയിലാണെന്ന്, ഇത് യു പി നിങ്ങാട്ടൊന്ന് വരുന്നതാണെന്ന് തോന്നി. പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പോൾ കിട്ടി, വാങ്ങിച്ചു. പിന്നെ പുതിയ വർഷമൊക്കെ ആയിട്ട് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതൊക്കെ പോകുന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പുമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് എന്തോന്നറിയാമോ, സൂര്യൻ ഡൽഹി മറന്നു പോയിന്ന്, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നേ ഇല്ല ഇപ്പം പുള്ളിക്കാരൻ 2-3 ദിവസമായിട്ട്. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഞുറുക്കിയൊക്കെ എടുക്കട്ടെ കേട്ടോ. നമ്മുടെ കാച്ചിലെല്ലാം വേണ്ട കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ഈ നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, തുവരപ്പരിപ്പ്, അതും ഇടുന്നുണ്ട്. ഇത്രയും കുടംപുളിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ രണ്ട് സവാള ഞാനിങ്ങനെ വലുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 ചെറിയ സവാള ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത്, അതൊക്കെ അവരവരുടെ ഇഷ്ടമായത്ര. പിന്നെ നമ്മുടെ വാഴയ്ക്കാൻ എടുത്ത് വെച്ചിരുന്നില്ലേ, അതും ഇങ്ങനെ ചെറുതായിരുന്നു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മെഴുക്ക് പുരട്ടി എടുക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ, ഈ കുക്കറിനകത്തോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ കാച്ചിലും നമ്മുടെ സവാളയും നമ്മുടെ പരിപ്പും പുളിയും കൂടെ, കുടംപുളി, ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം നമുക്ക്. ഈ പരിപ്പൊക്കെ ഇട്ടത് കൊണ്ട് സാമ്പാറല്ല കേട്ടോ, പുളിങ്കറി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള വെള്ളം. ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് ഒരു 3 സീറ്റ് വരുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. അപ്പോഴത്തേക്ക് ഞാൻ വേറെ കാര്യമാണ്. ഇപ്പം നമ്മളെന്താണ് ഇനി ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്നറിയാമോ, നമ്മുടെ ഈ 3 അയില ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ അയില ഇന്ന് ഞാൻ പിന്നെ കൊത്തി പൊരിച്ചെടുക്കാനാണ് ഇത് പോകുന്നത്, കൊത്തി പുരട്ടി. അപ്പോൾ ഇത് മീൻ എടുക്കുന്നല്ലേ, എൻ്റെ ഷട്ടറൊക്കെ ഒന്ന് അടക്കട്ടെ, അല്ലേ അതേലൊക്കെ മീനാവും. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നറിയാം, നമുക്ക് ആദ്യമേ ഇതൊന്ന് ഇങ്ങനെ മുറിച്ചിടണം. നല്ലോണം ഞാനെല്ലാം കഴുകിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന വൃത്തിയാക്കി. കൈയൊന്ന് കഴുകിയിട്ട് വേണ്ട. അപ്പം നമുക്ക് ഇതിന് നമ്മുടെ കൊത്തി പുരട്ടി എടുക്കാനുള്ള അയിലയാണ് ഇത്. 3 ഇഷ്ടത്തിനുണ്ട് ഇത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ട ഒരു ഇച്ചിരി ഇത്രയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയായത് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ട ഈ കുടംപുളി ഇടണം. പിന്നെ ഒരിച്ചിരി മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി നമുക്ക് പിന്നെ ഇനി ആവശ്യമുണ്ട്, പിന്നെ ഇടണ്ടേ, അതുകൊണ്ട് ഇച്ചിരി ഇട്ടാൽ മതി. ഇതെല്ലാം ഉപ്പിടണം. ഉപ്പിട്ടു. ഇനി നമുക്കതൊന്ന് വേകാനുള്ള വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. ഇതൊന്ന് നമുക്ക് മീൻ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം, അത്രയും മതി. ഇത് നമുക്കൊന്ന്
ഇളക്കി കൊടുക്കാം. ഇത് ഈ മീനൊന്ന് നമുക്ക് വേഗം വയ്ക്കാം. അപ്പം നമ്മുടെ പുളിങ്കറിക്കുള്ള കാച്ചിൽ വെന്ത് വരുമ്പോഴത്തേക്കും മീൻ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വാഴക്ക മെഴുക്കുവരട്ടിയും കൂടെ നമുക്ക് വെച്ചെടുക്കാം. അപ്പം അതിന് നമ്മൾ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എത്ര എണ്ണ ഒന്ന് ചൂടാകട്ടെ. അപ്പം നമ്മുടെ മീൻ വെച്ചപ്പോൾ ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇച്ചിരി കറിവേപ്പില ഒന്ന് ഞെരടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ കിട്ടും. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇരുന്നോട്ടെ. ഇനി നമുക്ക് നമ്മുടെ വാഴക്കയുടെ ബാക്കി പരിപാടി നോക്കാം. അപ്പം എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. എനിക്കൊന്നത് എണ്ണ കൂടുതലാണ്. ഇച്ചിരി എണ്ണ ഇങ്ങ് മാറ്റട്ടെ. അപ്പോൾ അതിൻ്റെ എണ്ണ ഇച്ചിരി കൂടുതലായിരുന്നു, അത് ഞാനിങ്ങ് മാറ്റുമായിരുന്നു. അപ്പം നമുക്ക് ഈ വാഴയ്ക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് വേറെ 3 ഐറ്റം ഇത് മതി കാര്യങ്ങൾ. എളുപ്പമാണ് സംഭവം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം, ഇച്ചിരി മുളക് പൊടിയല്ല, ഇത് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഇങ്ങനെ തരിതരിപ്പായിട്ട്. അതും ഒരിച്ചിരി ഇട്ടു. പിന്നെ നമ്മൾ അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇത്രയും മാത്രം മതി ഇതിന്. അപ്പോൾ നല്ല അടിപൊളി മെഴുക്കുവരട്ടി കിട്ടും നമുക്ക് കണ്ടോണം. നിങ്ങളൊക്കെ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വിടണം. യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ ചെയ്യണം. ഫേസ്ബുക്ക് ചാനലൊന്ന് ഫോളോ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പുതിയ റെസിപ്പികളൊക്കെ അറിയാമെങ്കിൽ അതും പറയണം. നമ്മുടെ ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായവും തരണം. ഇതൊക്കെയാണ്. ഇതിവിടെ കിടന്ന് ഇതിങ്ങനെ ഒന്ന് മൂത്ത് കിട്ടണം നല്ലോണം. വേറെ ഒന്നും ഉള്ളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇടത്തില്ല. ഇത്രേ ഉള്ളൂ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. അടിപൊളി മെഴുക്കുവരട്ടി കിട്ടും. അപ്പോഴത്തേക്ക് മീനും തിളച്ച് വരുന്നുണ്ടെന്ന് നോക്കി അത് ഒന്ന് വെന്ത് കിട്ടാം. അപ്പം നമ്മുടെ വാഴക്ക മെഴുക്കുവരട്ടി കണ്ട് ഇവിടെ റെഡി ആയിട്ട് നോക്കൊന്നല്ല കിലിക്കിലിരിക്കുന്നു കേട്ടോ. ഒന്നേ തൊടാതെ ഇരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ 5 മിനിറ്റ് പോലും എടുത്തുമില്ല ഇതാകാൻ. പെട്ടെന്ന് ഇത് മുഴുവൻ ഇതെന്ത് ഏത് കായെന്നറിയോ, നമ്മുടെ ഈ കറിക്കായില്ലേ, നമ്മൾ ഈ കറി സാമ്പാറിനകത്ത് ഒതുക്കുന്നത്, അതാണ്. മറ്റേ കായ ഇവിടെ അങ്ങനെ കിട്ടാറില്ല, ഇതാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം അതാണിത്. നോക്കാം അല്ലേ, അതപ്പം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. കേട്ടോ, ഒന്നേ തൊടാതെ ഇരിക്കും. അത് അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം ഇനി നമുക്ക് അടുത്തതൊക്കെ എല്ലാം ആക്കിയെടുക്കണം. അതൊന്നും ആയി വരട്ടെ. ആദ്യം നമ്മുടെ മീൻ നോക്കാം. മീൻ ഇങ്ങനെ വെന്ത് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തണുക്കണം. തണുത്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതാദ്യമേ ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം, മീനിൻ്റെ കഷ്ണങ്ങൾ. എന്നിട്ട് വേണം ഇതിൻ്റെ ബാക്കി പണി ചെയ്യാൻ. തണുത്താലേ പറ്റത്തുള്ളൂ. ഇതൊന്ന് എടുക്കട്ടെ, എന്നിട്ട് നമ്മുടെ പുളിങ്കറി നോക്കാം. അപ്പം മീൻ ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ഈ കുടംപുളിയുടെ ആവശ്യമില്ല, അത് നമ്മൾ കളയും. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിരുന്ന് തണുക്കുമ്പോഴത്തേക്കും നമ്മുടെ പുളിങ്കറിയുടെ എന്തായാലും നോക്കാം. കുക്കർ തുറക്കട്ടെ. അടിപൊളിയായി വയ്ക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കാച്ചിൽ വെന്തോ നോക്കാം. കാച്ചിൽ വേഗം നല്ല സൂപ്പർ കാച്ചിലതേ കണ്ട, നാട്ടിലെ കാച്ചിലിൻ്റെ കൂട്ട് വേഗം. ഇനി നമുക്കിതിന് മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. മസാല എന്തോ അതും കൂടുതലൊന്നുമില്ല, മുളക് പൊടി മല്ലിപ്പൊടിയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു മസാലയും ചേർക്കത്തില്ല. അപ്പം നമുക്ക് മസാലയൊക്കെ ഒന്ന് എടുക്കാം. അപ്പം നമ്മുടെ പുളിങ്കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. നമുക്ക് മുളക് പൊടി എടുക്കാം, ഒരു പൊടിച്ച കാശ്മീരി മുളക് പൊടി ഒരു 1.5 സ്പൂൺ. ഇനി നമ്മളിതിൽ ഇങ്ങനെ തരുതരാന്ന് പൊടിച്ച് വെച്ചിരിക്കുന്ന അതും ഇടാം, ഒരു
1 സ്പൂൺ ഇച്ചിരി കൂടി ഇടാം, നല്ല കലക്കി ഒരു തണുപ്പ എരിവ് ഇച്ചിരി വേണം, അത് ഇട്ട് 1.5 സ്പൂൺ. പിന്നെ നമുക്ക് ചില മല്ലിപ്പൊടി വേണം, അതിടാൻ നമുക്കൊരു 2 സ്പൂൺ. ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കണം. അല്ല, ഇത് വറക്കത്തൊന്നുമില്ല, ഇങ്ങനെ ഇടുന്ന കലക്കി, പക്ഷെ നല്ല ടേസ്റ്റുമാണ് കറി. ഇതിനകത്ത് നമ്മൾ സാമ്പാർ പൊടി ഇങ്ങനെയുള്ളതൊന്നും ചേർക്കത്തില്ല, അങ്ങനെ ആകുമ്പോൾ സാമ്പാറായി പോകത്തില്ലേ. ഇത് പുളിങ്കറിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാച്ചിലായതുകൊണ്ട് ഞാൻ ഒരു നുള്ളു കായപ്പൊടി ചേർക്കും, കാരണം അത് ഗ്യാസ് ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടല്ല, ഗ്യാസ് കയറിയെങ്കിൽ കാച്ചിലായതുകൊണ്ട്. അതിനകത്ത് ഇച്ചിരി ഇതിട്ട് കൊടുക്കട്ടെ, നമ്മുടെ കറിവേപ്പില. ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് മസാല ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുക്കറിനകത്ത് തന്നെ വെച്ചിട്ടാണ് എല്ലാ പണിയും ചെയ്യുന്നത്. തണുപ്പ് പാത്രം കഴുകാൻ ചൂടുവെള്ളത്തിലാണ് പാത്രം കഴുകുന്നത്, അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഒത്തിരി പാത്രങ്ങളാകുമ്പോൾ. നമ്മളൊരു വീഡിയോ പിടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഒത്തിരി പാത്രങ്ങളാവും. അതുകൊണ്ട് ഇതിനി ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് നമ്മളിതിന് കടുക് താളിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിനൊന്ന് കടുക് താളിച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ മീനും ഒന്ന് ഇതാക്കി എടുക്കണം. എടുക്കട്ടെ. ഇവിടെ പുളിങ്കറി കണ്ടോ, അടിപൊളിയായി കണ്ടോ, കാച്ചിലും വെന്തും എല്ലാം വന്നു. ഇനി നമുക്ക് ഇതിനൊന്ന് കടുക് താളിച്ച് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പഴയ പാനാണ് എടുക്കുന്നത്. എന്താണെന്നറിയോ, ഇനി ഇതിനകത്ത് തന്നെ വെച്ചിട്ട് വേണം എനിക്ക് മീൻ എടുക്കാം. മീനായതുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ പാത്രങ്ങളിലൊന്നും ആക്കുന്നില്ല, അതുകൊണ്ട് പഴയ പാത്രം എടുത്ത് വെച്ചു. അപ്പം ആദ്യം കടുക് താളിക്കാം. അപ്പം അതിനും ഈ ഒരു പാത്രത്തെ കൊണ്ട് കാര്യം സാധിച്ചെടുക്കാം, 2 പാത്രത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന് ചൂടാകട്ടെ. മീനായതുകൊണ്ടാകട്ടോ ഈ പാത്രം വെച്ച്. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിനാവശ്യമായിട്ട് കടുക് തളിക്കാനുള്ള കടുകിടാം. ഒരു ഇച്ചിരി ഉലുവ ഇടാം. പിന്നെ ഒരു 2 വറ്റൽമുളക് എടുത്ത് ഞാൻ ഇങ്ങനെ നടുവെ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം. നമ്മൾ തന്നെ ഒരു ഇത്രയും കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുടംപുളി, സോറി, ഉള്ളി മീൻ എടുത്തെടുത്തെടുത്ത് കുടംപുളി ആയിപ്പോയി. ഉള്ളി, ചെറിയ ഉള്ളി, ഇത് ഇതിനകത്ത് കിടന്നു നല്ല മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് ഇതിനകത്ത് കിടന്ന് നല്ലവണ്ണം ഒന്ന് ഇതായി വരും, വഴന്ന്. ഇതും കൂടി ഇടുമ്പോൾ കറിക്ക് അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കുഞ്ഞുള്ളി അതോടൊപ്പം ഞാൻ ഒരിച്ചിരി കറിവേപ്പില. ഓരോ നടത്തുകൊണ്ടിരിക്കുമ്പം എന്തിനാ ഇടേണ്ടതെന്നുള്ളത് മറന്നു പോയോ പറയാൻ. എന്ത് ചെയ്യാൻ, അതിൻ്റെ കൂടെ തണുപ്പ്. പാത്രമൊക്കെ ചൂടായി വരാൻ എത്ര സമയം എടുക്കുന്നതെന്നറിയോ ഒന്ന് കടുക് പൊട്ടിക്കുന്നത്. ഒന്ന് മൂത്ത് വരട്ടെ ഇവിടെ കിടന്നു. അപ്പം നമ്മുടെ ഉള്ളി തണ്ട നല്ലവണ്ണം വഴന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ പുളിങ്കറിക്കകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുറയ്ക്കാം. ചട്ടിയുടെ പിടിയില്ലേലും വരാന്നുണ്ടല്ലോ, അടിപൊളി ചട്ടിയല്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിനകത്ത് നമുക്ക് നല്ല വറുക്കാനും എടുക്കാനൊക്കെ നല്ലൊരു ചട്ടിയാണ്. പക്ഷേ അതിൻ്റെ പിടിയും പോയി, എല്ലാം പോയി, പഴഞ്ചനായി. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്തത് മീൻ്റെ പരിപാടി. ഒന്ന് കടുവൊക്കെ വറുത്തെടുക്കണം. അപ്പം അതിന് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിന് എന്താണ്
2 സവാള എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, 3-4 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, 1 പച്ചമുളക്. ഇത് കാശ്മീരിയുടെ മുളകിൻ്റെ പച്ചമുളകാണ്, നല്ല നീളമുള്ള പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത് 2 തക്കാളി. അപ്പം ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം എണ്ണ ചൂടാകട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കടുക്, ഉലുവ, ഇത് മീനുള്ളതാണ് കേട്ടോ. അതിൽ പൊട്ടിക്കഴിഞ്ഞു. നോക്കട്ടെ, 1-2 കൂടെ ഉണ്ടോ? പൊട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റണം. ഇച്ചിരി കറിവേപ്പില, ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കണം, ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പം നമ്മുടെ തക്കാളി കട്ട് ചെയ്ത് അതും ഇടുവാണ്. അപ്പം ഇത് വഴന്ന് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് നമ്മുടെ മീനൊന്നും മുള്ളെല്ലാം മാറ്റിയെടുക്കണം. അപ്പം അതിനകത്ത് മീനെടുത്തിൻ്റെ മുള്ള് മാറ്റാം. അപ്പം നമ്മൾ എന്ത് ചെയ്തതെന്നറിയാമോ, പുളിയെല്ലാം ഞാൻ കളഞ്ഞു. അപ്പം ഇനി നമുക്ക് മുള്ളില്ലാതെ ഈ മീൻ അടത്തിയെടുക്കണം. മുളകൊന്നും വേണ്ട. അപ്പോൾ നമ്മളെ വീട്ടിൽ മീനൊക്കെ ഇച്ചിരി കുറവായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന 2 ഇതേ ഇരിക്കുള്ളങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ, പെട്ടെന്ന് ഇങ്ങനെ എടുക്കാമെങ്കിൽ എല്ലാവർക്കും ആവശ്യത്തിന് കൊടുക്കാനും ആകും, ടേസ്റ്റിയും ആകും. അടിപൊളി ടേസ്റ്റാണ്. ഇതെനിക്കൊരാൾ പറഞ്ഞു തന്ന റെസിപ്പിയായിരുന്നു. ഞാൻ പിന്നെ ഇതൊരു ദിവസം നമ്മുടെ ഇവിടെ ഒരു ദിവസം ഇങ്ങനെ വെച്ചും നോക്കി നല്ലതാണോ എന്നറിയാനായിട്ട്. അപ്പോൾ എനിക്കതങ്ങ് ഒത്തിരി ഇഷ്ടവും വന്നു. അപ്പോൾ എന്നോട്ട് ഇതൊരു ദിവസം ഒന്ന് വീഡിയോയിലും കാണിക്കാവുന്നു. അങ്ങനെ ഇത് അപ്പം ഞാൻ നമ്മുടെ മീനെല്ലാം ഞാൻ ഇങ്ങനെ അടത്തി എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടാണ് ഇതിനകത്ത്, എളുപ്പമാണ് കഴിക്കാൻ, മുള്ളൊന്നുമില്ല. അതേണ്ട മുള്ളെല്ലാം ഇങ്ങനെ മാറ്റിയെടുത്തു. എനിക്ക് പക്ഷേ ഉണ്ടല്ലോ ഈ അയിലയുടെ തലഭാഗം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനായിരുന്നു ഇവിടെ കറി വെക്കുമ്പോൾ ഒക്കെ കൂട്ടുന്നത്. ഇന്ന് അതൊക്കെ കളഞ്ഞെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലെല്ലാം മീനാണ്. ഒന്ന് കൈ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. ഇനി നമുക്ക് ഇതിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. മീനുണ്ട് ആദ്യം ഇടുന്നത് കുരുമുളക് പൊടി, ഇതിന് ഒരു കുഞ്ഞല്ലേ നോക്കാം. പിന്നെ ഞാൻ മുമ്പ് അതിനകത്ത് നമ്മൾ മുളക് പൊടി ഇട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ക്രഷ് ചെയ്ത മുളകാണ് ഇടുന്നത്. ഇതിനൊരു 1.5 സ്പൂൺ ഇടാം. മീനല്ലേ എരിവ് വേണം. പിന്നെ നമുക്ക് ഇതിന് 1 സ്പൂണ് മല്ലിപ്പൊടി കുറവ് മതി. പിന്നെ ഇച്ചിരി മഞ്ഞളും കൂടെ ഈ മസാലയെ പിടിക്കാൻ. ഇതെല്ലാം കൂടി വഴറ്റാം. അപ്പം നമ്മുടെ മസാലയെല്ലാം ഒന്ന് പച്ചമണമെല്ലാം മാറി ഒന്ന് ഇതായിട്ടുണ്ട്. ഈ തക്കാളിയൊന്നും അധികം ഒത്തിരി ഉടഞ്ഞു പോകണ്ട. ഇങ്ങനെ നല്ലത്. പിന്നെ നമുക്ക് നമ്മുടെ മീൻ, ഇതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ ഈ വലിയ മീനുണ്ടല്ലോ, മോത, ചൂര, ഇതൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. ഇവിടെ അയിലയാണ് ഇരുന്നത്, അതുകൊണ്ട് ഞാൻ അയില എടുത്തു. അയില നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ ഒന്ന് ഉണ്ടാക്കിയായിരുന്നു ഇങ്ങനെ. അവർ നമുക്ക് പറഞ്ഞപ്പോഴേ നമ്മളത് ഉണ്ടാക്കി നോക്കി.
ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇങ്ങനെ ചിക്കി പുരട്ടിയ മീൻ? അറിയത്തില്ല ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നത് എന്നാന്നറിയോ? മുള്ളടത്തുണ്ടല്ലോ. ഇനി നമ്മളെന്ത് ചെയ്യണമെന്നറിയോ? ഇത് വേവിച്ച് മീൻ നമ്മൾ വേവിച്ചില്ലേ, അന്നേരം അതിനകത്തൊരിച്ചിരി വെള്ളം അതിൻ്റെ മസാലയുടെ എല്ലാം കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിവിടെ ഇരുന്ന് ഇതിപ്പോൾ ഇങ്ങനെ പുരട്ടി എടുത്തു കഴിഞ്ഞാൽ ചോറിന് തന്നെയല്ല, ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളിയാണ്. ഞാൻ ഇന്നലെ ചപ്പാത്തിയുടെ കൂടെ, ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം ഇത് വെച്ചപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കിയായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഇത് തീ കുറച്ചൊന്ന് വെക്കാം. ഈ മസാല എല്ലാം കൂടെ മീനെ പിടിച്ച് നല്ല പെരണ്ടിങ്ങോട്ട് വരും, അടിപൊളി പെരട്ടായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ, ഒന്ന് അടച്ചും ഞാൻ വെച്ച് കൊടുത്തോളാം. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പെരണ്ട് വരട്ടെ. അപ്പം നമ്മുടെ മീൻ റെഡി ആയോ എന്ന് നോക്കാം നമുക്ക്. അങ്ങനെ ഉണ്ട്, സൂപ്പറല്ലേ കാണാൻ തന്നെ. അങ്ങനെ നമ്മുടെ മീൻ പെരട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കാം, ചിക്കി പെരട്ടിയത്. അപ്പം ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് ലഞ്ച് കഴിക്കണം. അപ്പം മതിയല്ലോ, റെഡിയായി. ഉപ്പും എല്ലാം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു, ഉപ്പും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ടൊക്കെ ഒന്ന് മാറ്റാം. വേണം ഇവിടെ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം ഇതൊന്ന് കഴിച്ചൊക്കെ നോക്കിയിട്ട് വരാം. നിങ്ങളുമൊക്കെ ഒന്ന് ലഞ്ച് കഴിച്ചില്ലെങ്കിൽ ലഞ്ചൊക്കെ കഴിക്കുക. ഇതൊക്കെയുള്ളൂ ഇന്ന് പറയാൻ. അപ്പം നമ്മൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം, ലൈക്ക്, ഷെയർ, ഇതൊക്കെയാണ്, എന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ചാനലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. ഓക്കേ.